വർത്തമാനകാലങ്ങളുടെ യാത്രാനുഭവങ്ങളുടെ സ്കാൻ റിപ്പോർട്ട്. CT വില്യം സ്കാൻ റിപ്പോർട്ടർ. ഓണമായി പതിവ് പോലെ തൃശ്ശൂരിൽ പുലിക്കളിയും ഒരുങ്ങി. തൃപ്പൂണിത്തുറയിലെ അത്തച്ചമയത്തിന് സമാനമായി തൃശ്ശൂരും അണിഞ്ഞൊരുങ്ങി. അത്തം നാൾ ആരെയും അതിശയിപ്പിക്കുന്ന തരത്തിൽ തെക്കേ ഗോപുരനട നിറഞ്ഞൊരു അത്തപ്പൂക്കളം ഒരുങ്ങി. പിന്നെ തൃശ്ശൂർ ബാനർജി ക്ലബ്ബ് പവലിയനിൽ തൃശ്ശൂർ പൂരത്തിന്റെ പ്രസിദ്ധമായ ആനച്ചമയത്തെ അനുസ്മരിപ്പിക്കുമാർ പുലിക്കളി ചമയവും ഒരുങ്ങി. സാംസ്കാരിക തൃശ്ശൂരിന്റെ ജനങ്ങൾക്കൊപ്പം എന്നും മേയർ ഉണ്ടാവുമെന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് അംഗീകരിക്കേണ്ടവരെ അംഗീകരിച്ചിരിക്കും എന്ന് പുലിഗർജനം മുഴക്കി തൃശ്ശൂർ മേയർ വർഗീസ്. തൃശ്ശൂരിന്റെ സ്വന്തം പുലിക്കളി ചമയം ഓണാഘോഷത്തിന്റെ ഭാഗമായി മേയർ തൃശ്ശൂർക്കാർക്ക് സമർപ്പിച്ചു. അത് ആവർത്തിക്കുന്നത് കാരണം നിങ്ങളെ സഹായിക്കാനുള്ളത് ഞാനത് മറ്റൊരു ആറടിയായാലും കുഴപ്പമില്ല. അത് എന്റെ ഒരു തെറ്റായിരിക്കാം, അങ്ങനെ നമുക്കുണ്ടാവില്ല. പക്ഷെ ഞാൻ പറയും, കാരണം എന്താ, പണിയെടുക്കുന്നതുകൊണ്ടാണ്. തൃശ്ശൂരിൽ ഓണാഘോഷമായി. തൃശ്ശൂരിലെ പുലിക്കളി സംഘങ്ങളുടെ പവലിയനുകളിൽ തൃശ്ശൂരിലെ പുലിക്കളി പ്രേമികൾ കാഴ്ചയുടെ വർണ്ണ ചുവട് വെച്ച് നീങ്ങി. പുലിമടകളെ ഓർമ്മിപ്പിക്കുമാർ അവിടെ പുലിമുഖങ്ങളും പുലി അരഞ്ഞാണങ്ങളും പുലി ചിലങ്കകളും പുലി ആടയാഭരണങ്ങളും അക്ഷരാർത്ഥത്തിലും ഗർജിച്ചുകൊണ്ടിരുന്നു. പുലി കലാകാരന്മാരുടെ പുലിവരകളും പുലി അലങ്കാരങ്ങളും അവിടെ സാംസ്കാരിക കാഴ്ചയുടെ വിരുന്നൊരുക്കി. ഇനി നാലോണത്തിന് തൃശ്ശൂർ നഗരത്തിൽ ഈ ചമയങ്ങളൊക്കെ അണിഞ്ഞ് നൂറുകണക്കിന് പുലികൾ ചുവടുവെക്കും. Excuse me, from where you are coming? America. America. Yeah. Your name, please? My name is Bonnie. Yeah. It's my first Pulakali and first time in India. You are seeing this for the first time? First time. First time you are in India? Yep, absolutely, and amazing. Participating. I had to. Yeah. I had to participate. You are It's just participating also. Okay, Yeah. okay. It's a dream come true. You know the steps and everything. You're No, not- you're no, not? I'm not a good dancer. The men are such good special dancers. steps. Can you just can you just do some I can do a little bit of this, but I can do this. I am not talented at dancing. Okay, thank you. Thank you. ഈ അമേരിക്കൻ പെൺപുലിയും ഇക്കുറി വേഷമിട്ടാടുന്നുണ്ട്. അവളുടെ സന്തോഷവും CT വില്യം സ്കാനിനോട് പങ്കുവച്ചു.
ആഘോഷങ്ങൾ ഇങ്ങനെ ഒരു വഴിക്ക് പോകുന്നുണ്ടെങ്കിലും പുലിക്കളിയുടെ ശാസ്ത്രീയമായ അടിത്തറ എന്തെന്ന് ഇനിയും ആരും ഗവേഷണാത്മകമായി ആരാഞ്ഞിട്ടില്ല. എന്തായാലും ശക്തൻ തമ്പുരാന്റെ കാലത്താണ് ഈ കലാരൂപം ഉണ്ടാവുന്നതും അരങ്ങേറുന്നതും. അതായത് ഏതാണ്ട് 200 വർഷത്തെ പഴക്കമുള്ള ഒരു കലാരൂപമാണ് പുലിക്കളി എന്ന് ചുരുക്കം. നാട്ടിലെ ഏതോ ഒരു പാവമൃഗത്തെ വേട്ടയാടുന്ന പുലിയെ ഒരു നാട്ടുവേടൻ അമ്പെയ്ത് വീഴ്ത്തുന്ന ഒരു മാനുഷാദ ദൃശ്യമാണ് ഈ കലാരൂപത്തിന് ആധാരം. കേരളത്തിന്റെ നെല്ല് കൊയ്തെടുത്ത് മലയാള പുതുവർഷമായ ചിങ്ങമാസത്തെ വരവേൽക്കുന്നതിന്റെ ഭാഗമായാണ് ഈ കലാരൂപം ഗ്രാമങ്ങളിൽ പ്രദർശിപ്പിക്കാറ്. അതായത് ഓണാഘോഷത്തിന്റെ ഭാഗമായി നാലോണം നാളിലാണ് പുലികളി ഗ്രാമങ്ങളിൽ അരങ്ങേറുക. മിക്കവാറും ഈ വിളവെടുപ്പ് കാലത്ത് ഗ്രാമങ്ങളിലേക്ക് ഇറങ്ങി വരാറുള്ള വന്യമൃഗങ്ങളായ പുലിയോ കടുവയോ ഒരുപക്ഷെ ഇര തേടുമ്പോൾ ഒരു ഗ്രാമ്യവേടൻ ആ പുലിയെ അമ്പെയ്ത് വീഴ്ത്തിയ ഒരു പുരാവൃത്തത്തിന്റെ തനിയാവർത്തനമായിരിക്കണം പുലിക്കളി അഥവാ കടുവക്കളി എന്ന് യുക്തായുക്തമായി നമുക്ക് വേണമെങ്കിൽ വ്യാഖ്യാനിക്കാം. അങ്ങനെ വ്യാഖ്യാനിക്കാനാണ് CT വില്യംസ് കാനിന് ഇഷ്ടം. അത്ര തന്നെ. അന്നുകാലത്ത് പ്രകൃതിദത്തമായ ഛായങ്ങൾ കൊണ്ടാണ് പുലിവേഷം അണിയിച്ചൊരുക്കിയിരുന്നത്. പ്രധാനമായും പുലിവർണ്ണങ്ങളായ മഞ്ഞയും വെള്ളയും കറുപ്പുമായിരുന്നു ഇത്തരത്തിൽ തയ്യാറാക്കിയ ചായക്കൂട്ടുകൾ. വിവിധതരം പലവ്യഞ്ജനങ്ങളും പച്ചിലകളും വെളിച്ചെണ്ണ അടക്കമുള്ള വിവിധയിനം എണ്ണകളും പാലും മുട്ടയുമെല്ലാം ചായക്കൂട്ടുകൾക്ക് ചേരുവകളായിരുന്നു അക്കാലത്ത്. ചുരുക്കി പറഞ്ഞാൽ പ്രകൃതിയുടെ സൗമ്യ വന്യതകളും മനുഷ്യന്റെ അഹിംസാത്മകമായ അതിജീവനവുമായിരിക്കണം പുലിക്കളി എന്ന കലാരൂപത്തിന്റെ പഴയകാലത്തെ ആഖ്യാനവും അവതരണവും. ഇന്ന് അതൊക്കെ പോയിരിക്കുന്നു. ആ പഴയ പുലിക്കഥയുടെ ദൃശ്യാവിഷ്കാരം പോലും ഇന്നത്തെ പുലിക്കളികളിൽ നമുക്ക് കാണാനാവില്ല. ഇന്ന് പുലിക്കളി മറ്റൊരു അത്യന്താധുനിക കലാരൂപമായി പരിണമിച്ചിരിക്കുന്നു. ഓണക്കാലവും ഇന്ന് കമ്പോളങ്ങളുടെ കമ്പക്കാലമല്ലേ? അതിലേക്കൊരു കമ്പം കൂടി എന്ന നിലക്കാണ് ഇന്ന് പുലിക്കളി ചേർന്ന് നിൽക്കുന്നത്. കാലം കലകളെ പരിണമിപ്പിക്കുന്നതും കാലത്തോട് കലയുടെ പുതുമകളെ ഇണക്കി ചേർക്കുന്നതിനെയും നമുക്ക് തെറ്റു പറയാനാവില്ലല്ലോ. അതങ്ങനെ തന്നെ പരിണമിക്കട്ടെ, പരിലസിക്കട്ടെ.
കുറെ കാലമായോ പുലിക്കളി കൊട്ടാൻ തുടങ്ങിയിട്ട്? എത്ര കാലം ഉണ്ടാവും? എന്താ പേര്? അപ്പൊ ഇവിടുന്ന് സ്ഥിരമായിട്ട് ഇവർക്ക് ശങ്കരമാണോ കൂട്ടുന്നത്? രണ്ട് കൂട്ടുന്നുണ്ട്. 20 കൊല്ലം ഇപ്പൊ 24 കൊല്ലായി കണക്കുണ്ടല്ലേ? ശരി. ചെറുപ്പത്തിലെ കുട്ടി ചെറുപ്പം തൊട്ടുണ്ട്. ചെറുപ്പം തൊട്ട് അന്നത്തെ കാലത്ത് ഇവിടുത്തെ റൗണ്ടിങ്ങിലില്ല. ചേട്ടൻ പേര് പറഞ്ഞേ? എന്റെ പേര് മുരളി. മുരളി. അന്നെന്ന് പറഞ്ഞാൽ കുട്ടികളുടെ കാലത്താണ് പുലിക്കളിയാ. പിന്നീട് ഡെവലപ്മെന്റായി. പിന്നെ നമ്മളെ ഇൻട്രസ്റ്റ് മാറ്റങ്ങൾ വന്നു. കൊട്ടില് മാറ്റങ്ങൾ വന്നിട്ടുണ്ടോ? അന്ന് തൊട്ട് നമ്മളെ കൊട്ടി തുടങ്ങി. സമയം
തൃശ്ശൂരിലെ അയ്യന്തോൾ ദേശക്കാർ പ്രസക്തമാകുന്നത്. അയ്യന്തോൾ ദേശം പുലിക്കളി സംഘമാണ് സത്യത്തിൽ ഈ കാലത്തെയും കലയെയും പരിണാമത്തെയും സത്യത്തിലും തിരിച്ചറിഞ്ഞത്. അവരാണ് ഈ കലാവിഷ്കാരത്തിന് ആധുനിക ഭാഷ്യം ചമച്ചത്. അതേക്കുറിച്ചൊക്കെ അയ്യന്തോൾ ദേശക്കാരൻ തന്നെ CT വില്യംസ് കാനിനോട് വിശദീകരിക്കുന്നുണ്ട്. നമുക്ക് അയ്യന്തോൾ ദേശത്തെ കാണാം. അയ്യന്തോൾ പുലിക്കളി ദേശക്കാഴ്ചകൾ ആസ്വദിക്കാം, കേൾക്കാം. തൃശ്ശൂരിൻ്റെ പുലിക്കളിയുടെ അയ്യന്തോൾ പുനരാഖ്യാനം അനുഭവിക്കാം, ആസ്വദിക്കാം, ആഘോഷിക്കാം. എല്ലാ കൊല്ലവും എല്ലാ പ്രാവശ്യവും അയ്യന്തോള് വ്യത്യസ്തതകൾ കൊണ്ടുവരുന്ന ഒരു ദേശമാണ്. എന്തുകൊണ്ട് ഈ പുലിക്കളിയിൽ അയ്യന്തോള് 10 വർഷം കൊണ്ട് അറിയപ്പെടുന്ന ടീമായി അല്ലെങ്കിൽ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ജനപ്രിയരായി മാറി എന്ന് ചോദിച്ചാൽ അതിൻ്റെ ഒരു ഉദാഹരണം ഇതിൽ വ്യത്യസ്തതകൾ കൊണ്ടുവരുന്ന ഒരു ദേശമാണ് അയ്യന്തോൾ എന്നുള്ളത്. ആദ്യമായിട്ട് പെൺപുലിയെ അവതരിപ്പിച്ച അയ്യന്തോൾ ദേശമാണ്. ആദ്യമായിട്ട് ട്രാൻസ്ജെൻഡർ പുലിയെ അവതരിപ്പിച്ച അയ്യന്തോൾ ദേശമാണ്. ആദ്യമായിട്ട് ഇറങ്ങുന്ന എല്ലാ പുലികളും കളിക്കുന്ന എല്ലാ പുലികളും സ്വന്തമായി അവയവദാന സമ്മതപത്രം നൽകിക്കൊണ്ട് ഇറങ്ങിയ പുലിക്കളി ടീം അയ്യന്തോളാണ്. ഇതിനപ്പുറം ഞങ്ങൾ എന്ത് പറയണം? അതൊക്കെ തന്നെയാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. അയ്യന്തോൾ ദേശം പുലിക്കളി സംഘാടക സമിതി എന്ന് പറയുന്ന ഒരു പുലിക്കൂട്ടായ്മ അല്ലെങ്കിൽ നാട്ടിലെ ഒരു കൂട്ടായ്മ 2016 ഏകദേശം 200 വർഷത്തോളം പഴക്കമുണ്ട് ഈ പുലിക്കളിക്ക് എന്നാണ് പൊതുവെ കേൾക്കുന്നത്. 200 വർഷം പഴക്കമുള്ള പുലിക്കളിയിൽ അയ്യന്തോൾ എന്ന് പറയുന്ന ഒരു സംഘടന അല്ലെങ്കിൽ അയ്യന്തോൾ എന്ന് പറയുന്ന ഒരു ദേശം വെറും 10 വർഷമേ ആയിട്ടുള്ളൂ ഈ പുലിക്കളിയിൽ വന്നിട്ട്. പക്ഷേ ഈ കുറഞ്ഞ കാലയളവിൽ തന്നെ ഞങ്ങൾ അച്ചീവ് ചെയ്തിട്ടുള്ള ഞങ്ങളുടെ അച്ചീവ്മെൻറ്റ്സ് തീർച്ചയായിട്ടും ഇതൊരു വലിയ എടുത്തു പറയേണ്ട കുറേ സംഭവങ്ങൾ തന്നെയാണ്. അതിൻ്റെ കുറച്ച് ഉദാഹരണങ്ങളിൽ ഏറ്റവും പറയാനുള്ളത് അയ്യന്തോൾ പുലിമട എന്ന് പറയുന്ന പേരിൽ അയ്യന്തോൾ ദേശം പുലിക്കളി സംഘാടക സമിതി ഒരു PSC കോച്ചിങ് സെൻറ്റർ തുടങ്ങി. അത് തീർച്ചയായിട്ടും സൗജന്യമാണ്. സൗജന്യമായിട്ട് PSC കോച്ചിങ് സെൻറ്റർ നടത്തുമ്പോൾ അവിടേക്ക് വരുന്ന കുട്ടികളുടെ എണ്ണം സ്വാഭാവികമായിട്ടും കൂടും, സൗജന്യമാണല്ലോ. അതുകൊണ്ട് തന്നെ നമുക്ക് ആദ്യത്തെ 2 വർഷങ്ങളിൽ നമ്മൾ സാധാരണ വരുന്ന കുട്ടികളെ മുഴുവൻ നമ്മളവിടെ കൊണ്ടുവന്നിരുന്നു. പക്ഷേ അവിടെ നിന്നുണ്ടായിരുന്ന റിസൾട്ട് അമേസിങ് റിസൾട്ടായിരുന്നു. കാരണം ഓരോ വർഷവും PSCയിൽ റാങ്ക് ഉൾപ്പെടെ കുട്ടികൾ PSC ലിസ്റ്റിൽ വന്നപ്പോൾ, PSC കോച്ചിങ് ലിസ്റ്റിൽ വന്നപ്പോൾ അല്ലെങ്കിൽ PSC റാങ്ക് ലിസ്റ്റിൽ വന്നപ്പോൾ ഞങ്ങൾക്ക് കുട്ടികളുടെ എണ്ണം കൂടുതലാവുകയും അതുകൊണ്ട് തന്നെ നമ്മളൊരു എൻട്രൻസ് എക്സാം നടത്തിക്കൊണ്ടായിരിക്കണം കുട്ടികൾ ഇതിലേക്ക് വരേണ്ടത് എന്ന് വിചാരിച്ച് എൻട്രൻസ് കോച്ചിങ്ങിലൂടെ തിരഞ്ഞെടുക്കുന്ന കുട്ടികളെ ഈ കോച്ചിങ്ങിന് കൊണ്ടുവന്ന് അവിടെ നിന്ന് വേണ്ട രീതിയിൽ കോച്ചിങ് കൊടുത്തിട്ടാണ് വന്നത്. 2017 നമ്മളത് തുടങ്ങിയത്. 2017 ഇന്ന് നമ്മൾ 2025 നിൽക്കുമ്പോൾ 640ഓളം കുട്ടികൾ PSCയുടെ റാങ്ക് ലിസ്റ്റിൽ ഇടം നേടുകയും 243 പേര് സർക്കാർ സർവീസിൽ ജോയിൻ ചെയ്ത് പ്രവർത്തനം തുടങ്ങുകയും ചെയ്തു എന്നുള്ളതാണ് ഞങ്ങളുടെ അച്ചീവ്മെൻറ്റ്. പുലിക്കളി എന്ന് പറയുന്നത് ഓണത്തിന് തൃശ്ശൂരിൻ്റെ ഏകദേശം ഒരു 10 കിലോമീറ്റർ ചുറ്റളവിൽ മാത്രം നിൽക്കുന്ന ഒരു കലാരൂപമാണെങ്കിലും ഇന്ന് ലോകത്തിൻ്റെ മുന്നിലേക്ക് എത്തിക്കാൻ ഫേസ്ബുക്ക് പോലൊരു മാധ്യമം, ആ ഫേസ്ബുക്കിൻ്റെ സ്വന്തം പരസ്യ ചിത്രമായിട്ട് അയ്യന്തോൾ ദേശത്തിലെ ഒരു വിഷയം അവർ പരസ്യ ചിത്രമാക്കി മാറ്റി എന്നുള്ളതിനെ പറ്റി പറയുമ്പോൾ ഈ പറയുന്ന 10 കിലോമീറ്ററിൽ കിടക്കുന്നതല്ല പുലിക്കളി, മറിച്ച് ലോകം മുഴുവൻ എത്തിക്കാൻ അയ്യന്തോൾ ദേശത്തിന് സാധിച്ചു എന്നുള്ളതിൽ ഞങ്ങൾ കൃതാർത്ഥരാണ്. എങ്ങനെയാണ് ഇങ്ങനെ ഒരു എഡ്യൂക്കേഷണൽ ലൈനിലേക്കുള്ളൊരു ചിന്ത സാധാരണ ഒരു പുലിക്കളി സംഘത്തിന് വന്നത്?
നമ്മൾ പറയാൻ പാടുമോ എന്നുള്ളത് അറിയില്ല. പക്ഷെ എങ്കിൽ തന്നെയും പുലിക്കളി എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കലാരൂപമാണ്. ആളുകൾക്ക് ശാരീരികമായിട്ട് കുറേ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ആൾക്കാരാണ് ഈ കളി കളിക്കുന്നത്. അപ്പോൾ ഇത്തരം ആളുകൾ മദ്യപിക്കുന്നു എന്നുള്ളത് ഒരു പൊതുവെ ആൾക്കാർക്ക് ഒരു ധാരണയുണ്ട്. അതുകൊണ്ട് തന്നെ പുലിക്കളി എന്ന് പറയുന്നത് കുറേ ആളുകൾ കളിക്കുന്ന ഒരു കളിയൊക്കെ ആയിട്ട് പലരും പലതായിട്ട് പറഞ്ഞു കേട്ടിട്ടുള്ള ഒരു അറിവുണ്ട്. പക്ഷേ അതൊന്നും അല്ല അതിൻ്റെ സത്യം. ഇവിടെ കളിക്കുന്ന ആളുകൾ, ഓരോ ആളുകളും ഇതൊരു തൃശ്ശൂരുകാരൻ്റെ വികാരമാണ്. തൃശ്ശൂരിന് പുലിക്കളി ഇല്ലാതെ, പൂരമില്ലാതെ വേറൊരു വിശേഷമില്ല. അതുകൊണ്ട് തന്നെ പുലിക്കളി കലാകാരന്മാരെ എങ്ങനെ സപ്പോർട്ട് ചെയ്യാം എന്നുള്ള ഉദ്ദേശത്തിൽ നിന്നാണ് ഞങ്ങൾ മുന്നോട്ട് വന്നതും. അതുപോലെ തന്നെ ചാത്തുണ്ണിയാശാൻ എന്ന് പറയുന്ന അദ്ദേഹം 60 വർഷത്തോളം പുലിക്കളിക്ക് വേഷം ഇട്ടിട്ട് അയ്യന്തോൾ എന്ന് പറയുന്ന സ്വന്തം തട്ടകത്തിൽ നിന്ന് ഇറങ്ങാൻ പറ്റിയില്ലല്ലോ എന്നുള്ള വിഷമത്തിൽ നിന്നാണ് ഈ ഒരു കൂട്ടായ്മ ഉടലെടുത്ത് തന്നെ. ഇപ്പോൾ ചാത്തുണ്ണിയാശാനെ പോലെ വ്രതമെടുത്ത് പുലിക്കളികൾ നടക്കുന്ന കലാകാരന്മാരുണ്ട്. അപ്പോൾ ഇത്തരം പുലിക്കളി കൂട്ടായ്മ എന്നുള്ള രീതിയിൽ നമ്മൾ കൂട്ടി വന്നപ്പോൾ ഈ കൂട്ടായ്മയ്ക്ക് എന്തിനാണ് ഈ കൂട്ടായ്മ, പുലിക്കളി മാത്രം മതിയോ എന്നുള്ളൊരു ചോദ്യം നമ്മളിൽ തന്നെ വന്നു. അവിടെയാണ് ഉത്തരവാദിത്തമുള്ള, വിദ്യാഭ്യാസമുള്ള, അല്ലെങ്കിൽ ഒരു നല്ല തലമുറയെ വാർത്തെടുക്കേണ്ട ഉത്തരവാദിത്തം ഈ കൂട്ടായ്മയ്ക്ക് ഉണ്ട് എന്ന തിരിച്ചറിവിൽ നിന്നാണ് എന്തുകൊണ്ട് ഈ കുട്ടികൾക്ക് പഠിക്കാനും അവർക്ക് വേണ്ട ട്രെയിനിങ് കൊടുക്കാനും PSC കോച്ചിങ് നടത്തിക്കൂടാ എന്നുള്ള ചിന്ത വന്നത്. അങ്ങനെ നോക്കിയപ്പോൾ ഞങ്ങളുടെ ഉള്ളിൽ തന്നെ വിദ്യാഭ്യാസമുള്ളവരും അതുപോലെ തന്നെ പഠിപ്പിക്കാൻ കഴിവുള്ളവരും PSC കോച്ചിങ് നടത്തുന്ന ആളുകളും ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളുടെ ഉള്ളിൽ തന്നെ ധീരജ് എന്ന് പറയുന്ന PSC കോച്ചിങ് നടത്തുന്ന ഒരു അധ്യാപകൻ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു. അദ്ദേഹം അതിൻ്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കാമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഈ PSC കോച്ചിങ് എന്ന് പറയുന്നതിലേക്ക് ഞങ്ങൾ വന്നതും. അതിന് കൃത്യമായിട്ടുള്ള നമുക്ക് പറയാനുള്ളത് ഇത് തന്നെയാണ്. നല്ല ഉത്തരവാദിത്തമുള്ള നല്ലൊരു തലമുറയെ വാർത്തെടുക്കാൻ ഞങ്ങളുടെ ഈ കൂട്ടായ്മ ഉദ്ദേശിക്കുന്നു. അല്ലെങ്കിൽ ഞങ്ങളുടെ അജണ്ട അത് തന്നെയാണ് എന്നുള്ളതാണ്. വർത്തമാനകാലങ്ങളുടെ യാത്രാനുഭവങ്ങളുടെ സ്കാൻ റിപ്പോർട്ട്. CT വില്യം സ്കാൻ റിപ്പോർട്ടർ.